നമ്മുടെ ക്രിസ്മസ് ഒക്കെ ആയിട്ട് കാർനെ ഡെ വെനാഡാലോസ് എന്ന് പറഞ്ഞ ഐറ്റം ഒന്ന് അതിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നമസ്കാരം, ക്രിസ്മസ് ഒക്കെയാണ്. അപ്പം കാർനെ ഡെ വെനാഡാലോ അതിൻ്റെ ഒരു റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ കാർനെ ഡെ വെനാഡാലോസ് എന്നൊക്കെ പറയുമ്പോഴത്തേന് അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. അത് നമ്മുടെ വിന്താലു എന്ന് നമ്മൾ പറയത്തില്ലേ, വിന്താലുവിൻ്റെ ആക്ച്വൽ പോർച്ചുഗീസ് നെയിമാണത്. വിന്താലു എന്ന് പറയുന്നത് തന്നെ ഒരു പോർച്ചുഗീസ് ഡിഷാണ്. അത് നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു രീതിയിലാണ്. അതേസമയത്ത് നമ്മൾ കുറച്ചുകൂടെ നോർത്തേൺ സൈഡിൽ പോവാണ്, ഗോവയിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന വേറൊരു രീതിയിലാണ്. സ്ലൈറ്റ്ലി ടേസ്റ്റിന് ഡിഫറൻസ് ഉണ്ടാവും. അത് ലോക്കൽ കൾച്ചറുമായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ലോക്കൽ ഇൻഗ്രീഡിയൻസുമായിട്ട് ഒന്ന് മിക്സായി വരുന്നതിൻ്റെ ആയിരിക്കണം. നമ്മൾ ഇപ്രാവശ്യം ചെയ്യുന്നത് അസൽ ഫോർട്ട് കൊച്ചിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒത്തൻറ്റിക് ഫോർട്ട് കൊച്ചി വിന്താലുവിൻ്റെ റെസിപ്പിയാണ്. ശരിക്കും ചെയ്യുന്നത് അത് പോർക്കിലാണ്, പക്ഷേ നമ്മൾ ചെയ്യുന്നത് ബീഫിലാണ്. അതിൻ്റെ തന്നെ പല വേർഷൻസ് ഉണ്ട് കേട്ടോ. പോർക്കിൽ വേണേൽ ചെയ്യാം, ബീഫിൽ വേണേൽ ചെയ്യാം, ചിക്കനിൽ വേണേൽ ചെയ്യാം, ഡക്കിൽ വേണേൽ ചെയ്യാം, അങ്ങനെ പല വേർഷൻസ് നമുക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ ചെയ്യുന്നത് ബീഫിലാണ്. നമ്മൾക്ക് അത് ചെയ്ത് പഠിപ്പിച്ചു തരാനായിട്ട് ഒരാൾ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഇങ്ങ് വരുന്നുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഒരാൾ നമുക്ക് വിന്താലു ഉണ്ടാക്കി പഠിപ്പിക്കാനായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അനീറ്റയാണ്. അനീറ്റ ഒരു ടീച്ചറാണ്. പുള്ളിക്കാരത്തി ഫോർട്ട് കൊച്ചി തോപ്പുപടി ഇടയ്ക്കായിട്ടാണ് താമസം, അല്ലേ അനീറ്റ? ഈ വിന്താലു നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയല്ലേ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? അതെ. ഇത് എങ്ങനെയാണ് അനീറ്റ എങ്ങനെയാണ് പഠിച്ചത്? എന്നെ എൻ്റെ അമ്മുമ്മ പഠിപ്പിച്ചതാണ്. അമ്മുമ്മ തനിയെ ആ ഒരു ട്രഡീഷണൽ വേ, ഞങ്ങളുടെ വീട്ടിൽ എന്ത് സ്പെഷ്യൽ ഡേ ഉണ്ടായാലും വിന്താലു മസ്റ്റാണ്. ബീഫാണ് മെയിൻ വീട്ടിൽ. അപ്പോൾ വിന്താലു ആണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം. എൻ്റെ അമ്മമ്മ കുക്ക് ചെയ്തിരുന്നത് വിറകടുപ്പിലാണ്, മൺചട്ടിയിൽ. ആദ്യം ഇതൊന്നും നല്ല മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് ആണ് ഇത് സ്ലോ കുക്കാണ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെതായ ഒരു ഫ്ലേവറും ഒരു ടേസ്റ്റും അത് വന്ന് വേറെ തന്നെയാണ്. ഭയങ്കര ടേസ്റ്റിയാണ്. ഇത് ഉണ്ടാക്കുന്ന രീതി ഒന്ന് പറയാമോ? ഇത് ആദ്യം ബീഫ് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകിയിട്ട്, സാധാരണ ഈ ഫ്രൈയോ അല്ലെന്നുണ്ടെങ്കിൽ കറിക്കുള്ള കഷ്ണങ്ങളെക്കാളും വലുതായിരിക്കും, വലിയ കഷ്ണങ്ങളായിരിക്കും. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മുരിങ്ങാത്തോലി, കടുക്, മുളക് പൊടി, മഞ്ഞൾ പൊടി, കുരുമുളക് പൊടിയോ, പിന്നെ ഗരം മസാല. ഇത് വിനാഗിരിയിൽ അരയ്ക്കും. വിനാഗിരിയിൽ നന്നായി പേസ്റ്റ് ആക്കിയിട്ട് അത് ഈ ബീഫിൽ നന്നായിട്ട് പുരട്ടി വെക്കും. ഉപ്പും കൂടെ കൂട്ടി. അതെ, ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് പുരട്ടി വെക്കും. എത്ര നേരം വെക്കണമായിരിക്കും? അത് 1 മണിക്കൂർ. അത് എത്ര നേരം വെക്കുന്നത് അത്രയ്ക്കും നല്ലത്. അത് കഴിഞ്ഞിട്ടാണ് സവാളയും പച്ചമുളകും, വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളി ഇതിലും ചേർക്കാം. വഴറ്റിയിട്ട് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ ലേശം മുളക് പൊടിയും മഞ്ഞൾ പൊടിയും വീണ്ടും ചേർത്തിട്ടാണ് ഈ പുരട്ടി വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് സ്ലോ കുക്ക് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അനീറ്റ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബീഫിൻ്റെ കഷ്ണങ്ങൾ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച ബീഫാണ്. അതായത് കറിക്കട്ടല്ല, റോസ്റ്റിനുള്ളൊക്കെ ഉപയോഗിക്കുന്ന കട്ടല്ല, അതിനേക്കാളും വലിയ കഷ്ണങ്ങളാണ്. മേ ബി ഒരു ചാപ്സിൻ്റെ ഒക്കെ കഷ്ണം പോലത്തെ, അല്ലേ? അതുപോലത്തെ കഷ്ണങ്ങളാണ്. അത് മുറിച്ച് കഴുകി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചതയ്ക്കാനായിട്ട് വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, അരിയാനായിട്ട് സവോളയുണ്ട്, പച്ചമുളകുണ്ട്. ചതയ്ക്കുന്ന കൂട്ടത്തിൽ മുരിങ്ങ മരത്തിൻ്റെ തോലാണ് കേട്ടോ. മുരിങ്ങക്കോലിൻ്റെ തോലല്ല, അല്ലേ? മുരിങ്ങ മരത്തിൻ്റെ തോല് എന്ന് വേണം. 1 കിലോയ്ക്ക് ഒരു ഈ സൈസ് മതിയോ അതോ ഇച്ചിരി വേണോ? കുറച്ചുകൂടെ. അത് മതിയോ? ഇത് 3ഉം വിനാഗിരിയും, അതേപോലെ തന്നെ മുളക് പൊടിയുണ്ട്, കുരുമുളക് പൊടിയുണ്ട്, ഗരം മസാലയുണ്ട്, മഞ്ഞപ്പൊടിയുണ്ട്, ഇത് കടുക് ഇതെല്ലാം കൂടെ കൂട്ടി വിനാഗിരിയും കൂടെ കൂട്ടി അരച്ച് പുരട്ടുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഓക്കെ.
അങ്ങനെ അരയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം കൂടെ നമ്മൾ ഒന്നിച്ചെടുത്ത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഇനിയിപ്പം വെളിച്ചെണ്ണയും ഉപ്പും കൂടെ കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ് അല്ലേ. ഓക്കെ, നമ്മളങ്ങനെ മസാല അരച്ച് മസാല പുരട്ടി വെച്ചിരിക്കുകയാണ്. ഏകദേശം ഒരു 1/4 മണിക്കൂർ നമ്മൾ പുരട്ടി വെച്ചിട്ടുണ്ട് അല്ലേ. വിന്താലുവിന് വേണ്ടിയിട്ട് ബീഫിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് തന്നെ കുറച്ച് സവോള, ഒരു 5 ചെറിയ സവോള, 5-6 ചെറിയ സവോള, ഒരു പച്ചമുളക്. നമുക്ക് പച്ചമുളക് അധികം വേണ്ടെന്നാണ് പറഞ്ഞത്. കാരണം പച്ചമുളക് ഒത്തിരി ആയി കഴിഞ്ഞാൽ ഇതിന് വിന്താലുവിനൊരു റെഡിഷ് ബ്രൗൺ കളറാണ് വേണ്ടത് അല്ലേ. അപ്പോൾ ആ എരിവ് കൂടി പോകും അല്ലേ. അതുകൊണ്ട് നമ്മൾ മുളക് പൊടിയിൽ തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പം പച്ചമുളക് ഒരെണ്ണം, പിന്നെ വെളിച്ചെണ്ണ ഓൾറെഡി അതിനകത്ത് കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ നമുക്കിത് വഴറ്റാനായിട്ട് വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കുകയാണ്. അങ്ങനെ അരിഞ്ഞു വെച്ചിരുന്ന സവോളയും പച്ചമുളകും ഇട്ടൊന്ന് വഴന്നതിന് ശേഷം കുറച്ച് കറിവേപ്പില, ഒരു 3 തണ്ട് അല്ലേ, 3 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കേട്ടോ. ഇതെല്ലാം കൂടെ കുറച്ചുകൂടെ ഒന്ന് വഴന്ന് കഴിയുമ്പോഴാണ് മുളക് പൊടി അല്ലേ, മുളക് പൊടിയും മഞ്ഞപ്പൊടിയും. മഞ്ഞൾപ്പൊടി കുറച്ചേ ഉള്ളൂ, മുളക് പൊടി ആണ് കൂടുതൽ. ഇതിനകത്ത് ഇനി ഉപ്പ് ഇടണോ? ഉപ്പ് നമ്മൾ അതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതിനകത്ത് ഇടണ്ട അല്ലേ. ഇനി നമ്മൾ നോക്കിയിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ സവോളയും പച്ചമുളകും കറിവേപ്പിലും എല്ലാം മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയും കൂടി വഴന്നിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ബീഫ് വിന്താലുവിൻ്റെ കട്ട്സ് അത് റെഡിയായിട്ട് മാരിനേറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ പ്രഷർ കുക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. എന്നിട്ട് പ്രഷർ കുക്കറിൽ ഒറ്റ വിസിലിന് നമ്മൾ വേവിച്ചെടുത്ത് പിന്നെ ഒന്നുകൂടെ വറ്റിച്ച് നമ്മൾ ഇത് റെഡിയാക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബീഫ് വിന്താലു റെഡിയായി കേട്ടോ. ബീഫ് വിന്താലു ശരിക്കും പറഞ്ഞാൽ ഒറ്റ വിസിലിന് റെഡിയാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷ. പക്ഷേ ഒറ്റ വിസിലിന് റെഡിയായില്ല. അതുകൊണ്ട് ഒരു വിസിലൂടെ നമ്മൾ രണ്ടാമതിട്ട് ഒരു വിസിലൂടെ അടിച്ച് അത് റെഡിയായി ഒന്ന് വറ്റിച്ച് അതിൻ്റെ ആ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുത്ത് നമ്മൾ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കുക. നെയ്ച്ചോറ് നമ്മുടെ എബിൻസിൻ്റെ നെയ്ച്ചോറ്, ആ നെയ്ച്ചോറിൻ്റെ കൂടെ അനീറ്റ് പ്രിപ്പയർ ചെയ്ത വിന്താലു, പിന്നെ നെയ്ച്ചോറിൻ്റെ കൂട്ടുകാരും ഉണ്ട്. അങ്ങനെയാണ് ഇപ്രാവശ്യത്തെ വിന്താലുവിൻ്റെ കൂട്ടിന് പോകുന്നത്. പക്ഷേ വിന്താലു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളയപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം. ചോറും വിന്താലും മുട്ടിക്കറി അല്ലേ, മുട്ടിച്ചാറ് പുട്ടും നല്ലൊരു കോമ്പിനേഷനാണെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചേറെ കോമ്പിനേഷൻസ് ഉണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ പറയാം. എനിക്ക് ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിപ്പം അന്നേരം നമ്മൾ കഴിക്കുകയാണ്, പക്ഷേ അടുത്ത ദിവസം കഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടെ നന്നായാണ്. ഏതായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നിങ്ങളും ട്രൈ ചെയ്യുക, കൂടെ ഉണ്ടാവുക. തൽക്കാലത്തേക്കിന് ബൈ. നിങ്ങളൊരു ബൈ പറയൂ. ഇതൊക്കെ ഇത്രയും വേണം അല്ലേ. നമ്മൾ